എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന മൂർത്തി മുത്തശ്ശൻ സത്യങ്ങളൊക്കെ അറിയുവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇത്രയും നാള് ആദർശിന്റെ അച്ഛൻ ജയനും എല്ലാം ഒളിപ്പിച്ചു വെച്ച ആ വലിയ രഹസ്യം അങ്ങനെ പുറത്താവുകയാണ്. ആ വിശേഷങ്ങളൊക്കെയാണ് ഇന്നേരം നമ്മൾ കണ്ടു. മൂർത്തി മുത്തശ്ശന് വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. നായനെ വീട് വിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പെട്ടെന്നൊരു തലകറക്കമൊക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെ മുത്തശ്ശനെ കൊണ്ടുപോയി അവിടെ കിടത്തുവാണ്. നയന തിരിച്ചു കയറി വീട്ടിലേക്ക് വന്നു. നയനയ്ക്ക് പിന്നീട് കനകയുടെ കൂടെ പോകാനായിട്ട് സാധിക്കുമായിരുന്നില്ല. കാരണം ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ നയനെ സ്നേഹിക്കുന്ന മുത്തശ്ശനെയും മുത്തശ്ശിനെയൊക്കെയാ. അപ്പൊ അവർക്കൊരു ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നയനയ്ക്ക് പോകാൻ കഴിയില്ലല്ലോ. അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ജലജയും ദേവയാനിയും ഒക്കെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് നയന പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു വന്നതിന് കാരണം മുത്തശ്ശനാണ്. മുത്തശ്ശനൊരു ആപത്ത് സംഭവിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു കയറി വന്നേ. പക്ഷേങ്കില് മുത്തശ്ശന് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇനി പോയേക്കാം, ബാ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് കനകയുടെ ഗോവിന്ദന്റെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. ഈ സമയത്ത് മുത്തശ്ശൻ പുറകെ നയനെ വിളിക്കുന്നുണ്ട്. നയനമോളെ അവിടെ നിൽക്കുക, ഞാനൊന്ന് പറയുന്നത് കേൾക്കാൻ പറയണം. നീ ഇവിടുന്ന് പോവണ്ട, നീ തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ നീ പോണേന്ന് ചോദിക്കുകയാണ്. ജലജ പറഞ്ഞു, ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും ഇപ്പോഴും അച്ഛൻ്റെ അവളുടെ ഭാഗത്ത് ന്യായീകരിക്കുന്നേ. അച്ഛന് നാണമുണ്ടോ ഇങ്ങനെ പറയാനായിട്ട്? എനിക്ക് മനസ്സിലായി അച്ഛൻ്റെ അടവാന്നുള്ള ഈ തലകറക്കം. അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടല്, അതിനു വേണ്ടിയിട്ടല്ലേ അച്ഛൻ ഈ അടവ് കാണിക്കണേന്ന് ചോദിക്കുകയാണ്. മൂർത്തിമുത്തരിച്ച് സങ്കടം വന്നു. ഈ സമയത്ത് ആദർശ് പറഞ്ഞു, അതെ അപ്പച്ചി, ഇങ്ങനെയൊന്നും പറയല്ലെന്ന് പറയണം, നീ അവിടെ മിണ്ടാതിരിക്കുക. എനിക്കറിയാം അച്ഛൻ്റെ അടവാന്നുള്ള കാര്യം. അവൾ ഈ വീട്ടിൽ നിന്ന് പോകുന്ന ഇഷ്ടമില്ല. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി ഇവറ്റകളെ ഈ വീട്ടിൽ നിർത്തില്ലാന്ന് ദേവേനയും പറഞ്ഞു. ശരിയാണ് ജലജ പറഞ്ഞേ, ഒരു കാരണവശാല് ഇവൾമാരുടെ വീട്ടിൽ നിൽക്കാൻ പാടില്ല. അത്രയ്ക്ക് വലിയ ക്രൂരതയല്ലേ ചെയ്തത്. കനക വന്നിട്ട് പറഞ്ഞു, അതെ, ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞല്ലോ, ഇനി എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? ഞാൻ എന്റെ മക്കളെയും വിളിച്ചോണ്ട് പൊക്കോളാന്ന് പറയണം. ജലജ അപ്പൊ നേരെ ഗോവിന്ദന്റെ അരിയിലേക്ക് പോവാണ്. എന്നിട്ട് പറഞ്ഞു, നാണമില്ലല്ലോ നിങ്ങൾക്ക് ഇമാതിരി ഇതെല്ലാം കേട്ടിട്ട് വീണ്ടും തല കുനിച്ച് ഇവിടെ നിൽക്കാനായിട്ട്? എത്രയും പെട്ടെന്ന് മക്കളെ വിളിച്ചോണ്ട് പോകാൻ പറയാ. ഗോവിന്ദൻ പറഞ്ഞു, ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ, എന്റെ ഇളയ മോളും ചെയ്തിട്ടില്ല. അവളിതിന് കൂട്ടുന്നതിന് കാരണമുണ്ട്. പക്ഷേങ്കിൽ അതിന്റെ പേരിൽ അവളെ ദ്രോഹിക്കരുത്. അവളുടെ ജീവിതം ഇത്രയും കാലം അവളെല്ലാം സഹിച്ച് ഈ വീട്ടിൽ നിന്നില്ലേ. പക്ഷെ ഇനി ഞങ്ങൾ അവളെ കൊണ്ടോക്കോളാം, ഞങ്ങൾ അവളെ വിട്ടു തരുന്നില്ലെന്നൊക്കെ പറയുവാണ്. ദേവേനി പറഞ്ഞു, അതായിരിക്കും നല്ലതെന്ന് പറയണം. ആദർശ് പറഞ്ഞു, ഇനി ഇവിടെ നീ നിൽക്കുന്നതോടെ എനിക്ക് ഒട്ടും യോജിപ്പില്ല നയന. നീ കള്ളത്തരം കാണിച്ചു. നിന്നെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ. ആ വിശ്വാസത്തെ നീ തകർത്തത്. പക്ഷെങ്കില് നവ്യ പോകാനായിട്ട് കൂട്ടാക്കില്ല. നവ്യയോട് ഉറച്ചു നിൽക്കുമായിരുന്നു. നവ്യയോട് അഭി പറഞ്ഞു, നിനക്ക് നാണമില്ലേ? നിന്റെ അനിയത്തി പോകാൻ തയ്യാറായല്ലോ, അന്നേരം നീ പിന്നെ എന്തിനാ ഇവിടെ വീണ്ടും ഇങ്ങനെ കിടക്കണേ? അവരുടെ കൂടെ പോകാൻ നോക്കാൻ പറയണേ. ഈ സമയത്ത് നവ്യ പറഞ്ഞു, ഞാൻ എന്തിനു പോണം? ഞാൻ നിന്റെ ഭാര്യ. ഇനി കൂടുതൽ കളിച്ചാണ്ടല്ലോ ഞാൻ കൊണ്ട് കേസ് കൊടുക്കും. ഇനിയിപ്പൊ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് ഡിവോഴ്സ് തന്നിട്ട് നിനക്ക് വേറെ കല്യാണം കഴിക്കാനാ മോഹമെങ്കില് ആ മോഹം മനസ്സിൽ വെച്ചാ മതി മോനെ. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവില്ലെന്ന് പറയണം. ജലജയ്ക്ക് മനസ്സായി അങ്ങനെ പെട്ടെന്നൊന്നും ഇവള് പോകാൻ പോകുന്നില്ലെന്ന്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, ബാ അമ്മയെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും മൂർത്തി മുത്തശ്ശൻ പിന്നെ എണീറ്റ് അങ്ങ് ചെല്ലുവാണ്. അപ്പോഴത്തേനും ജലജ പറഞ്ഞു, അച്ഛൻ ഇത് എന്തിന്റെ കേടാത്? അച്ഛനാ ഇതിനെല്ലാം കാരണക്കാരൻ. വെറുതെ ഒരു കള്ളത്തരം പറഞ്ഞ് തലകർക്കം അഭിനയിച്ച് അച്ഛന് നാണമില്ലേന്ന് ചോദിക്കണം. കുറെ സമയം ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും സങ്കടം വന്ന ആദർശന്. ജയനും പറയുന്നുണ്ട്, നീ ഒരു അക്ഷരം മിണ്ടിപ്പോലെ ജലജെ, നീ കാര്യം അറിയാ സംസാരിക്കുന്നതെന്നൊക്കെ. മുത്തശ്ശൻ പറഞ്ഞു, അത് ജലജെ, നിനക്കൊന്നും അറിയില്ല, അതുകൊണ്ടാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേൾക്കാനായിട്ട് ജലജ കൂട്ടാക്കുന്നില്ല. ജലജ അങ്ങോട്ട് കിടന്നങ്ങ് തുള്ളു അങ്ങോട്ട്. പക്ഷെ ദേവയാനിക്ക് പോലും സങ്കടം വന്നു. കാരണം അച്ഛനെ ഇമ്മാതിരി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവസാനം ആദർശൻ ആ സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതായിട്ട് വന്നു. ആദർശ് പറഞ്ഞു, അപ്പച്ചി എന്തറിഞ്ഞിട്ടേ പറഞ്ഞേ? ആ മുത്തശ്ശന്റെ അസുഖത്തെക്കുറിച്ച് വല്ലതും അറിയാവുന്ന ചോദിക്കാണ്. പെട്ടെന്ന് ജയൻ ഇടയ്ക്ക് കയറി പറഞ്ഞു, ആദർശെ വേണ്ടാന്ന് പറയുന്നുണ്ട്. ഇനിയില്ല, ഇനി ഞാനൊന്നും ഒളിച്ചു വെക്കാൻ പോകുന്നില്ല. ഇത്രയും കാലം ഒളിച്ചു വെച്ചു. പക്ഷെ ഇതിന്റെ പേരില് എന്റെ മുത്തശ്ശൻ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് തല ഉണിച്ച് നിൽക്കുന്ന കാണാനായിട്ട് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയണം. മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, മോനെ ആദർശെ വേണ്ടാന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് മുത്തശ്ശി വന്നിട്ട് ചോദിച്ചു, എന്താടാ മോനെ, എന്താ മുത്തശ്ശന്? എന്തോ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. എന്തുണ്ടേലും ഈ മുത്തശ്ശിയോട് തുറന്നു പറ. അല്ല അത് മുത്തശ്ശി, നീ സത്യം പറ മോനെ. ജലജ പറഞ്ഞു, എന്ത് സത്യം പറയാനായിട്ട്? ഒരു കാര്യമില്ല, അവൻ ചുമ്മാ അടുത്ത കഥ ഉണ്ടാക്കുന്നല്ലേ. അവന്റെ ഭാര്യനെ ഇപ്പൊ അവന് പറഞ്ഞുവിടാൻ ഇവിടെ താല്പര്യമില്ല. അതുകൊണ്ട് അവനും അച്ഛനും എല്ലാരും കൂടെ ചേർന്ന് അടുത്ത കള്ളക്കഥ ഉണ്ടാക്കുമെന്ന് പറയണം.
ഇത് കേട്ട ആദർശനെ പിടിവിട്ടു. ആദർശ് പറഞ്ഞു, അപ്പച്ചി എന്തറിഞ്ഞിട്ടാ പറയണേ? അപ്പച്ചിക്ക് എന്തേലും അറിയാമോ മുത്തശ്ശന്റെ അസുഖത്തെക്കുറിച്ച്? മുത്തശ്ശന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുവാന്ന് പറയാണ്. ഒരു നിമിഷം എല്ലാവരുടെ മുഖത്തൊരു ഞെട്ടലുണ്ടായി. മുത്തശ്ശി ചോദിച്ചു, നീ എന്താടാ പറഞ്ഞെന്ന് ചോദിച്ചു ആദർശന്റെ കോളറിൽ അങ്ങ് പിടിക്കുകയാണ്. നീ എന്താ പറഞ്ഞേ? നിനക്ക് വല്ല ബോധമുണ്ടോന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ആദർശ് പറഞ്ഞു, ഇനി ഞാനൊന്നും ഒളിച്ചു വെക്കുന്നില്ല, എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയാണ്. അപ്പം ജയനും വിലക്കി, മോനെ ആദർശെ, വേണ്ട അച്ഛാ, അച്ഛൻ എന്നെ വിലക്കണ്ട. ഇനിയിപ്പൊ ഞാനിത് പറയും. ഇനിയിപ്പൊ എനിക്ക് തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. ഇത്രയും കാലം നമ്മൾ ഉള്ളിൽ അടക്കി പിടിച്ച ആ വീർപ്പുമുട്ടല് അതിനി എല്ലാവരോടും തുറന്നു പറയണം. അല്ല നമ്മളായിട്ട് എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നേ? എല്ലാരും അറിയട്ടെ എന്ന് പറയാണ്. മുത്തശ്ശന്റെ അസുഖം എന്താണെന്നറിയോ? മുത്തശ്ശന് ക്യാൻസർ ആന്ന് പറയണം. ഇത് കേട്ടതും എല്ലാവരും ഒരു നിമിഷം ഞെട്ടി. പെട്ടെന്ന് മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു, ദേ മോനെ ആദർശൻ, നീ കളി പറയരുത്. ദേ നയനെ ഇവിടെ പിടിച്ചു നിർത്താനാണെ പോലും നീ ഇങ്ങനെ തമാശ പറയരുത് കേട്ടോ എന്ന് പറയണ. തമാശ അല്ല മുത്തശ്ശി. പിന്നീട് അന്നുണ്ടായ സംഭവങ്ങളൊക്കെ പറയുവാണ്. മുത്തശ്ശന് തലകറക്കം ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അവിടെ ചെന്ന് ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ. മുത്തശ്ശന് മനസ്സിന്റെ സന്തോഷമാണ് ഇപ്പൊ ഏറ്റവും വലുത്. മുത്തശ്ശന് എത്ര സന്തോഷത്തോടെ ഇരിക്കുന്നോ അത്രയും മുത്തശ്ശന് ആയുസ് നീട്ടി കിട്ടത്തുള്ളൂ. എല്ലാം കേട്ടുകഴിഞ്ഞാൽ മുത്തശ്ശി അവിടെ കിടന്ന് പൊട്ടിക്കരയാണ്. ദേവേനയും ജാനകി എല്ലാരും കരയണം. ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. ഇത്രയും വലിയ സങ്കടം ഉള്ളിൽ ഒതുക്കിയിട്ടായിരുന്നല്ലോ ഇത്രയും കാലം മുത്തശ്ശനാണെങ്കിലും ആദർശാണ് ഇവരെല്ലാം കഴിഞ്ഞിരുന്നത്. ആദർശ് പറഞ്ഞു, ഇനി എനിക്കൊന്നും ഒളിക്കാൻ പറ്റില്ല. ഇനിയുള്ള സമയങ്ങളിൽ, ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും മുത്തശ്ശന് സന്തോഷം കൊടുക്കണം. ഇതിന്റെ പേരിൽ എല്ലാവരും ഇനി മുത്തശ്ശനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനി ഒരു കാരണവശാലും പാടില്ലെന്ന് പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ദേവയാനി പറഞ്ഞു, അച്ഛനും എന്നോട് ക്ഷമിക്കണം. അപ്പൊ ജലജയാണ് ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അവസ്ഥയെ. ഏറ്റവും കൂടുതൽ സങ്കടം നയനയ്ക്കായിരുന്നു. നയന ഓടിപ്പോയി മുത്തശ്ശനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അറിഞ്ഞിരുന്നില്ല മുത്തശ്ശ, മുത്തശ്ശനോട് എത്രയോ വട്ടം ഞാൻ ചോദിച്ചാ. മുത്തശ്ശന് മെഡിസിനൊക്കെ എടുത്ത് തരുന്ന സമയത്ത് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. മുത്തശ്ശന്റെ മനസ്സ് വേദനിക്കാതെ ഞാൻ നോക്കിയാനും. എന്നോട് ക്ഷമിക്കച്ചാന്ന് പറഞ്ഞുകൊണ്ട് ആ കാലിക്ക് വീണ് കെട്ടിപ്പിടിച്ച് കരയണം. മുത്തശ്ശൻ നയനെ പിടിച്ചു വയ്പ്പിക്കുകയാണ്. അല്ലെങ്കിലും മോളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. പിന്നെ മോളെന്തിനാ എന്നോട് ക്ഷമ പറയണ്ടേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. മോൾ എഴുന്നേക്ക്. മോൾ ഈ വീടിന്റെ ഐശ്വര്യവാ. ഒരു കാരണവശാലും മോൾ ഈ വീടിന്റെ പടി ഇറങ്ങി പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ലെന്ന് പറയാം. അപ്പൊ ജോത്സ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ മുത്തശ്ശന്റെ മനസ്സിൽ കൂടെ ഉണ്ട്. നയന വീടിന്റെ പടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിന്റെ അനന്തപുരിയുടെ ഐശ്വര്യം കെട്ടടങ്ങുന്നാ പറയണേ. അതുകൊണ്ട് അത് മുത്തശ്ശന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് മുത്തശ്ശൻ നയനയെ വീട്ടിൽ നിന്ന് വിടാതിരിക്കാനായിട്ട് നോക്കുന്നത്. പിന്നീട് മുത്തശ്ശിയുടെ കരച്ചിൽ കണ്ടപ്പോൾ മുത്തശ്ശൻ ചേർത്തിരുത്തി ആശ്വസിപ്പിക്കുകയാണ്. നീ പേടിക്കണ്ട, എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ജനിച്ചാൽ നമ്മൾ ഒരിക്കലും മരിക്കണമല്ലോ, അതിന് ഭയപ്പെട്ടിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാലും മുത്തശ്ശി പറഞ്ഞു, ഇത്രയും കാലം എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ മറച്ചു വെച്ചേ? എന്നോട് മറച്ചു വെക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് കരയുമൊക്കെയാണ്. അപ്പൊ എല്ലാവരും വലിയ സങ്കടക്കടലിലേക്ക് വീഴുവാണ്. അങ്ങനെ ഈ സമയം ദേവേനി ഒരു തീരുമാനം എടുത്തു. ഇനിയിപ്പം മുത്തശ്ശന് സന്തോഷ സമാധാനമല്ലേ വലുത്. അതുകൊണ്ട് നയന വീട്ടിൽ നിന്ന് പോവണ്ടെന്നുള്ളത്. നയനയോട് അവിടെ തുടരാനായിട്ട് മുത്തശ്ശൻ പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ആർക്കൊരു എതിരഭിപ്രായം ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന്റെ ഫുൾ വിശേഷമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ. അപ്പൊ ഒരു യാത്രയിലായതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആയി പോയി വിശേഷങ്ങൾ ഇടാനായിട്ട് കേട്ടോ. നാളെ രാവിലെ കൃത്യസമയത്ത് തന്നെ വീഡിയോ ഇടാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് നിർത്തുന്നു. നന്ദി.